ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് മാർക്കാണ്. ബുക്ക് മാർക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു കലങ്കാരി പാറ്റേൺ വെച്ചിട്ടാണ് നമ്മളിന്ന് ബുക്ക് മാർക്ക് ചെയ്യുന്നത്. കലങ്കാരി എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ഡ്രസ്സിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ ആ ഒരു ഫ്ലവർ മോട്ടീവ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബുക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പേപ്പർ ഒരു ബുക്ക് മാർക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നോർമൽ ഡ്രോയിങ് ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തൊരു ഷീറ്റാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും വാട്ടർ പ്രൂഫ് ജെൽ പെൻ യൂസ് ചെയ്യാം. പിന്നെ കളേഴ്സാണ് ആവശ്യം. അത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. വാട്ടർ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്യാം, ബ്രഷ് പെൻ യൂസ് ചെയ്യാം, സ്കെച്ച് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈവൺ കളർ പെൻസിൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഞാനിവിടെ ബ്രഷ് പെൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ബോർഡർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഇന്നർ പോർഷനിൽ ഞാൻ കളർ ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബോർഡർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. ചെറിയ പാറ്റേണും മാത്രമേ കൊടുക്കുന്നുള്ളൂ, കാരണം ഉള്ളിൽ അതിൻ്റെ ഇന്നർ പോർഷനിൽ നമ്മൾ കംപ്ലീറ്റ് ഫ്ലവറും അതുപോലെ തന്നെ ലീഫ് ഒക്കെ വെച്ച് ഭയങ്കര കളർഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ജസ്റ്റ് ട്രയാങ്കിൾ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു പാറ്റേൺ മാത്രമേ നമ്മൾ ഈ ഒരു ബോർഡറിന് കൊടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ ഫസ്റ്റ് കലങ്കാരി ഡിസൈനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിതിനു മുമ്പ് കലങ്കാരി ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു കലങ്കാരി വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ഇനി മുതൽ കമ്മിങ് വീഡിയോസിൽ നമ്മൾ കലങ്കാരിയും ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. കലങ്കാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, നമ്മൾ ഡ്രസ്സിലൊക്കെയാണ് അധികം കണ്ടുവരുന്നത്. ഒരുപാട് ഫ്ലവർ മോട്ടീവ്സാണ് അധികം ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ പീകോക്സ്, ഇതൊക്കെയാണ് നമ്മൾ അധികം കലങ്കാരിയിൽ കണ്ടുവരുന്നത്. കലങ്കാരി എന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാബാദിൻ്റെ ട്രഡീഷണൽ ആർട്ടാണ്. പക്ക ഹൈദരാബാദിൻ്റെയാണ് കലങ്കാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തെലുങ്കാന റീജിയനിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടാണ് ചെറിയൽ പെയിൻറ്റിങ്. സോ ഈ രണ്ട് പെയിൻറ്റിങ്ങും നമ്മൾ ഇനി നമ്മുടെ വീഡിയോസിൽ, അപ്കമിങ് വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും സ്ലോലി. സോ നമ്മുടെ കംപ്ലീറ്റ് പാറ്റേൺ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്ത് ഒന്നും കൂടി ഭംഗിയായിട്ട് എടുക്കാം. ട്രഡീഷണൽ വേയിൽ നോക്കുകയാണെങ്കിൽ അവർ എല്ലാ കളേഴ്സും ഒന്നും കലങ്കാരിയിൽ യൂസ് ചെയ്യില്ല. കാരണം പണ്ടത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കളേഴ്സൊന്നും അവൈലബിൾ അല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ റോ കളേഴ്സാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അതായത് ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക്, ബ്ലൂ, അതുപോലെ തന്നെ റെഡ്, ഇത്തരം കളേഴ്സുകളാണ് അധികവും ഈ ഒരു പെയിൻറ്റിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ട്രഡീഷണൽ ആർട്ടിലും ഈ ഒരു ഇത്തരം കളേഴ്സുകളാണ് യൂസ് ചെയ്യുക. സോ ഇതിലും അതുപോലെ തന്നെ ഈ ഒരു 4-5 കളേഴ്സാണ് അധികം യൂസ് ചെയ്ത് വരുന്നത്. പക്ഷേ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിങ്ക് കളറും ഒക്കെ യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ പ്ലീസ് സപ്പോർട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവിടെയും വന്നിട്ട്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. So thank you for watching. Tata, bye, take care, stay safe.